ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കെതിരെയും നിലപാട് കടുപ്പിച്ചു കുടുംബം. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്തെത്തി. സാബുവിനോടുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസിന്റെ നിലപാട്. സിപിഐഎം കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജിക്കെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന 3 പേർക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് സാബു തോമസിന്റെ കുടുംബം. 1.5 വർഷം സാബുവും താനും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പോലീസിനോട് പറഞ്ഞുവെന്ന് മേരിക്കുട്ടി. ആരോപണ വിധേയരായ ജീവനക്കാർക്കെതിരെ ബാങ്ക് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ആത്മഹത്യാ പ്രേരണക്കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പൊ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസ്. ആരോപണ വിധേയരാണെങ്കിലും ജീവനക്കാർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാവില്ല. സജീമ ഒറ്റ പറ്റുന്നുള്ളൂ. സജീവ സ്വഭാവമാണ് തട്ടിക്കളെ കിട്ടുമ്പോ പറയേ. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാബുവും കുഴപ്പക്കാരല്ല. മേരിക്കൊച്ചെന്ന് പറഞ്ഞാൽ അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിംഗ് വന്നു. സമയം കണക്കൂട്ടിയാണ്, ഞാൻ കണക്കൂട്ടിയുള്ളൂ. വൈകിയാണെങ്കിലും സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. നമ്മളൊരാളെ ഒരു കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുതകളെ കൃത്യകൂടി പരിശോധിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. PV അൻവർ MLA സാബുവിന്റെ വീട് സന്ദർശിച്ചു. ഫോറൻസിക് പരിശോധനയ്ക്കായി സാബുവിന്റെ ഫോൺ കുടുംബം പോലീസിന് കൈമാറി. 24 ഇടുക്കി. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെന്ന ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. നിലവിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയിട്ടില്ല. തെളിവുകൾ ശേഖരിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നും ഇടുക്കി SP അറിയിച്ചു. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ ഒരു 2 CAമാർ ഉൾപ്പെടുന്ന 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ കേസിലേക്ക് നടത്തുന്നതാണ്. അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നതാണ്. എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ബന്ധപ്പെട്ട എല്ലാ സാക്ഷികളും കണ്ടു ചോദിച്ച് മൊഴി രേഖപ്പെടുത്തി വരികയാണ്. അന്വേഷണം കണ്ടിന്യൂയിങ് ആണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല.